നമസ്കാരം. റൈറ്റ് ആറ്റിറ്റ്യൂഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാജ്. കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ സമൂഹം പതിയെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഇത് ഏറ്റവും നന്നായിട്ട് പ്രതിഫലിക്കുക നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിലാണ്. കമ്പനികളൊക്കെ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള വെല്ലുവിളിയാകാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പനികൾ നടത്തുന്ന ഇൻ്റർവ്യൂകളിലേക്ക് ക്ഷണിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതിന് അവരെ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബയോഡാറ്റ അല്ലെങ്കിൽ കരിക്കുലം വിറ്റെ, അതുമല്ലെങ്കിൽ റെസ്യൂമെ എന്ന പലപ്പോഴായിട്ട് പല ആൾക്കാർ വിശേഷിച്ച് പോകുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ്. എന്താണ് ബയോഡാറ്റ? എന്താണ് CV? എന്താണ് റെസ്യൂമെ? ഇത് മൂന്നും ഒന്ന് തന്നെയാണോ? അല്ല, ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധർമ്മങ്ങളാണോ അനുഷ്ഠിക്കാനുള്ളത്? നമുക്ക് ഒന്ന് നോക്കാം. ബയോഡാറ്റ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ബയോഗ്രഫിക്കലായിട്ടുള്ള ഇൻഫർമേഷനുകൾ അടങ്ങിയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വ്യക്തിയുടെ പേരാകാം, അയാളുടെ സ്ഥലങ്ങളാകാം, അഡ്രസ്സാകാം, മറ്റു കാര്യങ്ങളാകാം. ഇതൊക്കെയാണ് ബയോഡാറ്റയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ബയോഡാറ്റയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരു ജോലി ചെയ്യാനുള്ള നമ്മളുടെ കഴിവിനെയോ ക്വാളിഫിക്കേഷനെയോ ഒരിക്കലും എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ ബയോഡാറ്റ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ഡോക്യുമെൻ്റാണ്. നമുക്ക് CVയിലേക്ക് വരാം. കരിക്കുലം വിറ്റെ. എന്താണ് കരിക്കുലം വിറ്റെ? നമുക്കറിയാം, ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ആൾക്കാർ നോക്കുക ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസാണ്. എന്നാൽ ഒരു ഫ്രഷർ, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരമൊരു അവസരത്തിൽ തൻ്റെ വിദ്യാഭ്യാസ അക്കാഡമിക്കലായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് എഴുതി അദ്ദേഹം തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും കരിക്കുലം വിറ്റെ എന്ന് പറയുന്നത്. കരിക്കുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നമ്മൾ ചെയ്ത പ്രോജക്റ്റുകളും നമ്മൾ ചെയ്ത സെമിനാറുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം വരുന്ന ഒരു അവസരമാണ്. കരിക്കുലം വിറ്റയിൽ നമ്മളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ നൽകി ചെയ്യുമ്പോഴാണ് അത് ഒരു ഫ്രഷർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് മാറുന്നത്. ഇങ്ങനെ കരിക്കുലം വിറ്റെ ഉപയോഗിച്ചിട്ട് ഒരു വ്യക്തി ഒരു ജോലിയിലേക്ക് കയറുകയും പിന്നീടുള്ള 5-6 വർഷങ്ങൾ അയാൾ അതേ കരിക്കുലം വിറ്റെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികളിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുതിയ ഓരോ ജോലിയിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് കരിക്കുലം വിറ്റയിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇദ്ദേഹത്തിൻ്റെ കരിക്കുലം വിറ്റയുടെ വലുപ്പം 2 പേജും 3 പേജും 4 പേജുകളിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെയും കരിക്കുലം വിറ്റെ ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ ആ കരിക്കുലം വിറ്റെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയും അത് പൂർണ്ണമായിട്ടും വായിക്കാനുള്ള ക്ഷമയോ താല്പര്യമോ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, അതുവരെയുള്ള ജീവിതത്തിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടോ നമ്മളുടെ CVയിൽ നിന്നും അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വലിപ്പം ചുരുക്കുകയോ എടുത്തു മാറ്റുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളുടെ CVയുടെ വലിപ്പം കുറക്കുമ്പോൾ അതിനെയാണ് നമ്മൾ റെസ്യൂമെ എന്ന് പറയുന്നത്. അപ്പം റെസ്യൂമെ എന്ന് പറയുന്നത് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടോ നമ്മൾ ഒരു തൊഴിൽ ദാതാവിൻ്റെ മുന്നിലേക്ക് ഈ ഡോക്യുമെൻ്റ് അയക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞിരിക്കുന്നത് ഒരു ക്വാളിഫിക്കേഷൻ എക്സാമാണ്. അതൊരു ഡിഗ്രി ആയിരിക്കാം, അതൊരു PG ആയിരിക്കാം, അതൊരു ഡിപ്ലോമ ആയിരിക്കാം. അവിടെ നിന്നാണ് നമ്മൾക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാകുന്നത്. ഓരോ തവണയും എക്സ്പീരിയൻസ് ഉണ്ടാവും തോറും നമ്മളുടെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളോ സെമിനാറുകളോ ഒന്നും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, റെസ്യൂമെയിൽ ഉൾപ്പെടുത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ CVയുടെ വലിപ്പം കുറഞ്ഞ് വളരെ നിർണായകമായിട്ടുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമ്മളത് ചെയ്യുമ്പോഴാണ് അതിന് റെസ്യൂമെ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ചില പ്രത്യേക ജോലികൾക്ക്, നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ജോലികളൊക്കെ ജോലികൾക്കൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരുപാട് ഇൻഫർമേഷൻ അതിൽ കൊടുക്കേണ്ട കാര്യമുണ്ടാവില്ല. ആ ജോലിയെ സംബന്ധിച്ചുള്ള നമ്മളുടെ ക്വാളിഫിക്കേഷൻ, ആ ജോലിയെ സംബന്ധിച്ചുള്ള നമ്മളുടെ എക്സ്പീരിയൻസ്, ആ ജോലിയെ സംബന്ധിച്ചുള്ള നമ്മളുടെ നോളജ്, ഇത്രയും കാര്യങ്ങളൊക്കെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കേവലം 1-2 പേജുകളിൽ നമ്മൾ ചുരുക്കി നമ്മളത് ചെയ്യുമ്പോൾ ആ സമയത്തും നമ്മൾ റെസ്യൂമെ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുടക്കക്കാർക്ക്, ഫ്രഷറായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കരിക്കുലം വിറ്റെ തന്നെയാണ്.
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അത് റെസ്യൂമെ ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്താണ് കരിക്കുലം വിറ്റ ആയാലും റെസ്യൂമെ ആയാലും എന്താണ് ഈ ഡോക്യുമെൻറ്റുകൾ ചെയ്യുന്ന ധർമ്മം? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത, നമ്മളെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നമ്മളെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു വ്യക്തി, അതായത് നമുക്ക് തൊഴിൽ തരേണ്ട ആൾ അല്ലെങ്കിൽ നമ്മളെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കേണ്ട വ്യക്തി, കേവലം 1-2 പേജുകളിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വായിച്ചിട്ട് വേണം അവർ എന്ത് ചെയ്യാൻ, നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ട് വളരെ ഭംഗിയായിട്ട്, വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് നമ്മളെക്കുറിച്ച് ഒരു തൊഴിൽ ദാതാവിൻ്റെ മുന്നിൽ നമ്മളില്ലാതെ, നമ്മളുടെ അഭാവത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന, നമ്മളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് നമ്മുടെ CV അല്ലെങ്കിൽ റെസ്യൂമെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ റെസ്യൂമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് റെസ്യൂമുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ CV-യുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് ഒരു CV എങ്ങനെ ഇരിക്കണം, ഒരു റെസ്യൂമെ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതിന് എന്താണ് ശരിക്കും ഒരു CV അല്ലെങ്കിൽ റെസ്യൂമെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്ന കാര്യം? ആരാണോ നമ്മളുടെ CV പരിശോധിക്കേണ്ടത്, ആരാണോ നമ്മൾക്ക് തൊഴിൽ തരേണ്ട വ്യക്തി, അദ്ദേഹം ഈ CV പരിശോധിക്കുന്ന സമയത്ത് നമ്മളോടൊരു താല്പര്യം അദ്ദേഹത്തിന് തോന്നണം. അറ്റ്ലീസ്റ്റ് താല്പര്യക്കേട് ഉണ്ടാവാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എഴുതി വെക്കപ്പെട്ട നിയമങ്ങളില്ലാത്ത സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊതു മെത്തേഡിലായിരിക്കണം നമ്മൾ CV പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും CV ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്യൂമെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാലഘടന. നമ്മൾ എങ്ങനെയാണ് എഴുതി പിടിപ്പിക്കുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിക്ക്, നമുക്ക് തൊഴിൽ തരാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ 10-15 വർഷം മുൻപ് എന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല. കഴിഞ്ഞ 1-2-3 വർഷങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർക്ക് എപ്പോഴും താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന സമയത്തും നമ്മളുടെ എക്സ്പീരിയൻസ് എഴുതുന്ന സമയത്തും ഏറ്റവും അവസാനം അല്ലെങ്കിൽ നിലവിൽ നമ്മൾ എന്താണോ അത് വെച്ചിട്ട് പിറകോട്ട് പോകുന്ന റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ, ഇതായിരിക്കണം നമ്മൾ CV ആയാലും റെസ്യൂമെ ആയാലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഏറ്റവും അവസാനം ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ നമ്മൾ ആദ്യം എടുത്തു പറയുകയും അതിന് മുൻപ് ചെയ്ത ജോലിയെ അതിന് പിന്നിലേക്ക് എടുത്തു വെക്കുകയും നമ്മൾ ചെയ്ത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസിനൊക്കെ പിറകിലായിട്ട് വരികയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. തീർച്ചയായിട്ടും ഏറ്റവും വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ CV-യോ റെസ്യൂമെയോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ തയ്യാറാക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ CV എന്ന് പറയുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ മനോഭാവം, നമ്മൾ ഏത് ടൈപ്പ് ആളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള CV-കളെ പരിശോധിച്ച് പഴക്കവും വന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം 10-20-30 സെക്കൻഡുകൾ വെച്ചിട്ട് 10-30 സെക്കൻഡുകൾ അത് നമ്മളുടെ CV വായിക്കുമ്പോഴേക്കും നമ്മളുടെ ഒരു ഏകദേശ രൂപം അവർക്ക് കിട്ടും. നമ്മളുടെ ബേസിക്കലി ഈ ഒരു CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു കഷ്ണം ഒരു പേപ്പറിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. CV-യിൽ നമ്മൾ ഒരിക്കലും വരുത്തിക്കൂടാത്ത കുറേ പിഴവുകളുണ്ട്, അല്ലേ? ആ പിഴവുകളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ വളരെ നിർണായകമായിട്ട് നമുക്ക് നമ്മുടെ എന്താണ് CV-യെ സംബന്ധിച്ചിടത്തോളം ഈ ആറ്റിറ്റ്യൂഡ് എത്രത്തോളം നിർണായകമായിട്ട് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, CV നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ റെസ്യൂമെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായ രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് തന്നെ തിരിച്ചടിയാവും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും നമുക്ക് CV-യെയും റെസ്യൂമെയും കുറിച്ചിട്ടുള്ള തുടക്കം എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു CV പ്രിപ്പയർ ചെയ്യുക, ഒരു CV-യിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.